വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തിക്കുന്ന ന്യൂസ് അറ്റ് 8. ഇനി വാർത്താ അവതാരികയാകാൻ ഞാനും 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 കലൂർ ഐപി മെമ്മോറിയൽ ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപകൻ ജോസഫ് സക്കറിയാസ് വൃക്ഷത്തെ നട്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കലൂർ ഐപി മെമ്മോറിയൽ ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപകൻ ജോസഫ് സക്കറിയാസ് വൃക്ഷത്തെ നട്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന യോഗത്തിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി വ്യക്തിശുചിത്വം, മാലിന്യ സംസ്കരണം, ആരോഗ്യശീലം വിഷയങ്ങളിൽ പരിസ്ഥിതി ക്ലബ്ബ് കോർഡിനേറ്റർ സ്മിത ജോൺ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കണക്കിലല്ലേ ഈ അനുപാതം ജീവിതത്തിലും ഉപയോഗപ്പെടുത്തേണ്ടതാണ്. വീട്ടിലുള്ള ആളുകൾ 3 പേരുണ്ടെങ്കിൽ 4 പേരുണ്ടെങ്കിൽ അവർക്ക് എത്ര നാഴി ചോറിട്ടാൽ തികയും എന്നുള്ളത് 2 ദിവസം വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ആ അനുപാതത്തിനനുസരിച്ച് വ്യക്തികളുടെയും അല്ലെങ്കിൽ എടുക്കേണ്ട വസ്തുക്കളുടെയും അനുപാതം അനുസരിച്ച് ഭക്ഷണം പാകം ചെയ്യാനായിട്ട് അമ്മയോട് പറഞ്ഞു കൊടുക്കാം. വഴക്കിടുന്ന സമയം കൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയാം. ഇനി എല്ലാവരും വീട്ടിലുണ്ടാകുന്ന മറ്റ് അവശിഷ്ടങ്ങൾ, ജൈവ അവശിഷ്ടങ്ങൾ ഒരു പൊട്ട ബക്കറ്റിൽ ഇട്ട് വെക്കാനായിട്ട് വീട്ടിൽ പറയുക. വലിയ പുതിയ പാത്രമൊന്നും വാങ്ങണ്ട, ഒരു പൊട്ടിയ പാത്രത്തിൽ ഇട്ട് വെക്കുക. വൈകുന്നേരം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു ചെറിയ മൺവെട്ടി കൊണ്ട് നിങ്ങൾക്കൊരു കുഞ്ഞു കുഴി തോണ്ടിയിട്ട് അതിനുള്ളിൽ ഇട്ടത് മൂടാം. അപ്പൊ മണം വരില്ല, ചീഞ്ഞളിയില്ല, ഈച്ച വരില്ല, നിങ്ങൾക്ക് ചെയ്യാം. സ്കൂൾ മാനേജർ ഐപ്പ് വർഗീസ് കൊച്ചുകുടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ MK ബിജു, ജീന ജോർജ്, അശ്വതി അജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ദിനാചരണവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ വിവിധ കലാപരിപാടികളും പ്രവർത്തനങ്ങളും അവതരിപ്പിച്ചു. ആഷബിൻ മാത്യു, മോനിക ദേവസ്യ, സുരമ്യ ജോൺ, ടിൽജി ജെ മാമ്പള്ളിൽ, സിജു ജോസഫ്, ജോസഫ് ജെയ്സൺ, ജിയോ റെജി തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം വിദ്യാലയങ്ങളിൽ നടക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡിജിറ്റൽ അച്ചടക്കം, പൊതുമുതൽ സംരക്ഷണം, പരസ്പര സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസും പ്രവർത്തനങ്ങളും സ്കൂളിൽ സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.